Good morning. Okay, അപ്പൊ നമ്മൾ ഇന്ന് ഒരു പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോണേണ്. ചാപ്റ്ററിന്റെ പേരാണ് ഇത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, CSSD. CSSD എന്താണെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. എന്താണ് CSSD എന്ന് പറഞ്ഞാല്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ അല്ലെ? പേജ് നമ്പർ 30. ഓക്കെ, എന്താ CSSD? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കേട്ടിട്ടുണ്ട്. ചില ആളുകളൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് CSSD എന്ന് പറയുമ്പോ? ക്ലീനിങ് ആണ് അല്ലെ? ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും കമന്റ് ഉണ്ടോ? കറക്റ്റ് ആണ്. സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്, ഓട്ടോക്ലേവ്, ഓക്കെ, സ്റ്റെറിലൈസ്ഡ്, ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററില്. എക്യുപ്മെന്റ് സ്റ്റെറൈൽസ്, ഓക്കെ, എക്യുപ്മെന്റ് സ്റ്റെറൈൽ ചെയ്യാനായിട്ട് അല്ലെ എന്താണ് CSSD അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഹോസ്പിറ്റലിന് പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ? ആ പല പല ഡിപ്പാർട്ട്മെന്റുകളിലും ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ എടുക്കാം. ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താണ് ഇപ്പോ സർജറി, അതുപോലെ തന്നെ അവിടെയുള്ള ഓരോ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ എക്യുപ്മെന്റ്സുകള് എന്താണ് സ്റ്റെറൈൽ എന്താണ് മലിനമാവുന്നുണ്ട് അല്ലെ? ഇപ്പോ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾക്ക് പേഷ്യൻസിന് പല പേഷ്യൻസിനും യൂസ് ചെയ്യുമ്പോൾ അതെന്താണ് നമ്മള് അതില് എന്താണ് മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളായിട്ട് മാറാറുണ്ട്. അത് എന്ത് ചെയ്യണം? മറ്റുള്ള പേഷ്യൻസിന്, ഒരു പേഷ്യൻസിന് യൂസ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ് തന്നെ വേറെ പേഷ്യൻസിന് യൂസ് ചെയ്യാൻ പറ്റോ? ഇല്ല. കാരണം എന്താണ്? അതിനകത്ത് അണുക്കൾ ഉണ്ടാവും അല്ലെ? അപ്പോ വേറെ പേഷ്യൻസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ എക്യുപ്മെന്റ്സ് കൊണ്ടുപോയിട്ട് സ്റ്റെറിലൈസ് ചെയ്യും അല്ലെ? അണുവിമുക്തമാക്കിയിട്ടാണ് മറ്റൊരു പേഷ്യൻസിന് അത് യൂസ് ചെയ്യുന്നത്. അപ്പോ അതിനു വേണ്ടിയിട്ട് ഈ എക്യുപ്മെന്റ്സുകൾ, രോഗികൾക്ക് യൂസ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സുകള് അത് ക്ലീൻ ആക്കി അണുനശീകരണം വരുത്തി മറ്റു പേഷ്യൻസിന് യൂസ് ചെയ്യാൻ തക്ക വിധം ആക്കിയെടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ജോലി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണുവിമുക്തമായിട്ടുള്ള ആ എക്യുപ്മെന്റ്സുകൾ അല്ലെ, എന്താണ് അണുക്കളുള്ള ആ എക്യുപ്മെന്റ്സുകൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്ന് അത് ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓപ്പറേഷൻ തിയേറ്റർ എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള എക്യുപ്മെന്റ്സുകൾ നമ്മള് എന്താണ് ഒരു പേഷ്യൻസിന് യൂസ് ചെയ്ത എക്യുപ്മെന്റ്സുകൾ മറ്റു പേഷ്യൻസിന് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെ, നമ്മൾ എന്താണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ എക്യുപ്മെന്റ്സുകള്, അണുക്കളുള്ള ആ എക്യുപ്മെന്റ്സുകൾ കൊണ്ടുവന്ന് ഈ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നിട്ട് ക്ലീൻ ആക്കി അണുനശീകരണം വരുത്തി സ്റ്റെറിലൈസേഷൻ ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് CSSD പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയില്ലേ എന്താണ് CSSD എന്നുള്ളത്? ഓക്കെ, ഇൻട്രൊഡക്ഷൻ നോക്കാം. From an infection control view, it is necessary to make sure that proper disinfection of surgical equipment is done. If instruments are microbially cleaned, this leads to an increased likelihood of contamination and later infection of the surgical wound. As a result, appropriate sterilization of a surgical instrument is suggested as one of the basic and accepted measures against the surgical site infection. അപ്പൊ എന്താ പറയുന്നത്? ഈ എന്താണ്
ഓരോ അണുക്കൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഇൻസ്ട്രുമെന്റ്സുകളും അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലും യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്താണ്, അണുനശീകരണം വരുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഒരു പേഷ്യൻസിന് യൂസ് ചെയ്ത ഇൻസ്ട്രുമെന്റ്സ് മറ്റൊരാൾക്ക് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതിൽ കൃത്യമായിട്ട് ക്ലീൻ ആക്കി അണുനശീകരണം വരുത്തിയിട്ട് വേണം നമ്മൾ മറ്റൊരാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ്, ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത എക്യുപ്മെന്റ്സ് എന്താണ്, മൈക്രോബൈക്കലി ടെയിൻഡ്. മൈക്രോബൈക്കലി എന്ന് പറഞ്ഞാൽ എന്താണ്, സൂക്ഷ്മാണു സംബന്ധമായ. ടെയിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലിനമായിട്ടുണ്ട് അല്ലെ, സൂക്ഷ്മാണുക്കളുള്ള അല്ലെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള രീതിയിൽ മലിനമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടാണ് ഓരോ എക്യുപ്മെന്റ്സുകളും അവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ. ഒരാൾക്ക് യൂസ് ചെയ്ത എക്യുപ്മെന്റ്സുകൾ മറ്റൊരാൾക്ക് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതെന്താണ്, സൂക്ഷ്മാണു സംബന്ധമായിട്ട് മലിനമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് കണ്ടാമിനേഷൻ എന്താണ്, അശുദ്ധമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, എന്താണ് ഈ എന്താ പറയാ, ഇപ്പൊ ഒരു ആൾക്ക്, ഒരു പേഷ്യന്റിന് സർജിക്കൽ വൗണ്ട് എന്ന് പറഞ്ഞാൽ മുറിവില്, സർജിക്കൽ വൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിവ്, ആ മുറിവില് ആ ഇൻസ്ട്രുമെന്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അണുക്കൾ ഉണ്ടാവും അല്ലെ. ഒരു പേഷ്യൻസിന് യൂസ് ചെയ്ത എക്യുപ്മെന്റ് ആണ് ഈ പേഷ്യന്റിന് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഇൻഫെക്ഷൻ ആവാനായിട്ട് സാധ്യതയുണ്ട്. സർജിക്കൽ വൗണ്ടിൽ നമ്മൾ അത് വെച്ച് ഉപയോഗിക്കുമ്പോൾ അല്ലെ, ആ മുറിവിൽ വെച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അയാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അണുവിമുക്തമാക്കിയിട്ട് വേണം മറ്റൊരാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബേസിക് ആൻഡ് അംഗീകരിച്ചിട്ടുള്ള ഒരു നടപടിക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ എക്യുപ്മെന്റ്സുകളും സ്റ്റെറിലൈസ് ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഈ സർജറിയുടെ ആ മുറിവില് വൗണ്ടിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഇത്രയും വരെ? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ ചോദിക്കാറുണ്ട്. SSI stands for expand SSI. സർജിക്കൽ സേഫ് ആണോ, സർജിക്കൽ സൈറ്റ് എന്നാണ് കേട്ടോ, സൈറ്റ് എന്നാണ്. അതൊന്ന് മാറ്റി എഴുതാം, ഒന്ന് തിരുത്തി എഴുതാം കേട്ടോ. നമ്മുടെ PDF ഉള്ള പോലെ തന്നെ, സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ മാറ്റി എഴുതാം. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. എഴുതിയോ? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്, വാട്ട് ഈസ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്? എന്താണ് സെൻട്രൽ സ്റ്റെറൈൽ അല്ലെങ്കിൽ CSSD എന്താണ്? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ചോദിക്കാറുണ്ട്. എക്സ്പാൻഡ് CSSD. ചിലപ്പോ നമുക്ക് തെറ്റിപ്പോവാം, 2 SSകളാണ് അവിടെ എന്താണ് ഒരുമിച്ച് നിൽക്കുന്നത് അല്ലെ. അപ്പോ ചിലപ്പോ സപ്ലൈ ഫസ്റ്റ് എഴുതാം, അല്ലെങ്കിൽ സ്റ്റെറൈല് ഇപ്പുറത്ത് എഴുതാം, അങ്ങനെ മാറ്റി ചിലപ്പോ ചോദിക്കാറുണ്ട്. ഓപ്ഷനിൽ തെറ്റ് വരാറുണ്ട്. നമ്മൾ തെറ്റിയിട്ട് കറക്റ്റ് ആക്കി എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അത് മാറ്റി നിങ്ങളെ മാറ്റം ഇതാക്കാനായിട്ട്, കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തെറ്റൊക്കെ കൊടുക്കാറുണ്ട്. അത് കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചൊക്കെ പഠിക്കാൻ നോക്കാം കേട്ടോ. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് CSSD. The CSSD consists of those services within a hospital which accept stores, process, distributes and controls professional supplies and equipment, both sterile and non-sterile, and from all departments of the hospital for the care and the safety of പേഷ്യൻസ്. ഇവിടെ പറയുന്നത് ഈ CSD എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലെ, അതിനകത്ത് പ്രോസസ് എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മലിനമായിട്ടുള്ള അണുക്കളുള്ള എക്യുപ്മെന്റ്സുകൾ അവിടെ സ്റ്റോർ ചെയ്യുന്നു അല്ലെ, അവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, റിസീവ് ചെയ്യുകയും അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയും എന്നിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലീൻ ആക്കി സ്റ്റെറിലൈസേഷൻ ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കൊണ്ടുവന്ന എക്യുപ്മെന്റ്സുകള് അത് സ്റ്റെറിലൈസേഷൻ ചെയ്തതിനു ശേഷം ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. മലിനമായിട്ടുള്ള
എക്യുപ്മെന്റ്സുകൾ കൊണ്ടുവന്ന് റിസീവ് ചെയ്യുകയും ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ കൊണ്ടുവന്നിട്ട് ഈ CSSD കൊടുക്കുമ്പോൾ CSSD ഡിപ്പാർട്ട്മെന്റ് അത് റിസീവ് ചെയ്ത് അത് ക്ലീൻ ആക്കി അണുനശീകരണം വരുത്തി അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതാണ് അവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട് സ്റ്റെറൈൽ ആൻഡ് നോൺ സ്റ്റെറൈൽ എക്യുപ്മെന്റ്സ് അവിടെ ഉണ്ടാവും അല്ലെ. എന്താണ് ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊണ്ടുവരുന്ന മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളും അവിടെ റിസീവ് ചെയ്ത് വെക്കും. പിന്നീട് ആ പ്രോസസ്സിങ് നടക്കും അല്ലെ. ക്ലീൻ ആക്കിയിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്ത് അണുനശീകരണം വരുത്തിയിട്ട് അവിടെ എന്തുണ്ടാവും അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളും. അപ്പൊ രണ്ട് രീതിയിലുള്ള എക്യുപ്മെന്റ്സുകളും എവിടെ ഉണ്ടാകുന്നുണ്ട്? CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് ഉണ്ടാകുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവരുമ്പോ ഫസ്റ്റ് കൊണ്ടുവരുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊണ്ടുവരുന്ന എക്യുപ്മെന്റ്സുകൾ ക്ലീൻ ആക്കി അണുനശീകരണം വരുത്തി വെക്കുന്നു. അതിനുശേഷം മറ്റു ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ കൊണ്ടുവരാം. അപ്പൊ എന്താണ് രണ്ട് എക്യുപ്മെന്റ്സുകളും എന്തൊക്കെയാണ്? മലിനമായതും അണുവിമുക്തമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളും അവിടെ ഉണ്ടാകുന്നുണ്ട്. അതാണ് ബോത്ത് സ്റ്റെറൈൽ ആൻഡ് നോൺ സ്റ്റെറൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രം ഓൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഫോർ ദ കെയർ ആൻഡ് ദ സേഫ്റ്റി ഓഫ് ദ പേഷ്യൻസ്. അപ്പൊ ഇങ്ങനെ കളക്ട് ചെയ്യുകയും അതെന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്ത് പ്രോസസ്സ് കഴിഞ്ഞിട്ട് അതെന്താണ് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്? പേഷ്യൻസിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നതിനും ഒരു സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്ത് എക്യുപ്മെന്റ്സുകൾ അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ CSSD? ഒബ്ജക്റ്റീവ് ആൻഡ് ഫങ്ഷൻസ്. ഒബ്ജക്റ്റീവ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഫങ്ഷൻ ചോദിച്ചു കഴിഞ്ഞാലും ഒന്ന് തന്നെയാണെന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണ്? ഒരു 7 എണ്ണം അതിനകത്ത് പറയുന്നുണ്ട് അല്ലെ. നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ എന്താണ്? ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. അവിടെ സപ്ലൈ ചെയ്യുന്ന മെറ്റീരിയൽ എന്താണ്? അണുനശീകരണം വരുത്തിയിട്ടുള്ള മെറ്റീരിയൽസ് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അവിടെ സപ്ലൈ ചെയ്യുന്നത്. പിന്നെന്താ? ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡന്റ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ. ഇങ്ങനെ നമ്മൾ അണുവിമുക്തമാക്കി ഓരോ എക്യുപ്മെന്റ്സുകളും സപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്ത് കുറയുന്നുണ്ട്? ഹോസ്പിറ്റലുകളിൽ ഇൻഫെക്ഷൻ കുറയാനായിട്ട് സാധ്യതയുണ്ട്. ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സുകൾ. എന്താണ്? എക്സ്പെൻസീവ് ആയിട്ടുള്ള വളരെ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സിന്റെ ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ നിങ്ങളൊരു പുതിയൊരു TV വാങ്ങി. അത് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ വേറെ TV വാങ്ങിക്കോ? 30,000 അല്ലെങ്കിൽ 40,000 രൂപ കൊടുത്ത് നിങ്ങൾ ഒരു TV വാങ്ങിച്ചു അല്ലെ. നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു TV ആണ്. നമ്മൾ വാങ്ങിക്കില്ല. അതെന്താണ്? ഓടുന്നിടത്തോളം കാലം അത് ഓടട്ടെ, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം നിൽക്കുമ്പോഴാണ് അതിനെങ്കിലും എന്തെങ്കിലും കംപ്ലൈന്റ് വരുമ്പോഴാണ് നമ്മൾ പുതിയതിലോട്ട് നോക്കുക അല്ലെ, പുതിയത് വാങ്ങിക്കാം അല്ലെ. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വളരെ വിലപിടിപ്പുള്ള കേടാകുമ്പോൾ. ഓക്കെ, അപ്പൊ വളരെ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സുകളാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും യൂസ് ചെയ്യുന്നത് അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിലായാലും മറ്റു ഡിപ്പാർട്ട്മെന്റിലായാലും യൂസ് ചെയ്യുന്നത് വളരെ വിലപിടിപ്പുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളാണ്. അപ്പൊ അത് നമ്മൾ എന്താണ്? ഇപ്പോൾ ഒരാഴ്ച യൂസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ആഴ്ച നമ്മൾ പുതിയത് വാങ്ങിക്കില്ല. അതെന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ ആ ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ? ടു കീപ് റെക്കോർഡ് ഓഫ് എഫിക്കസി ഓഫ് ദ ക്ലീനിങ്, ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്. എന്തൊക്കെ റെക്കോർഡ്സ് ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്? ഓക്കെ, എഫിക്കസി എന്ന് പറഞ്ഞാൽ കാര്യക്ഷമത. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ക്ലീൻ ചെയ്ത എക്യുപ്മെന്റ്സുകൾ ഏതാണ്? ഡിസ്ഇൻഫെക്ഷൻ ആക്കിയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഏതാണ്? സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഏതാണ് എന്നുള്ളതിന്റെ റെക്കോർഡ് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കാം. ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് കൺട്രോൾ നെസസറി ടു അവോയ്ഡ് ക്രോസ് ഇൻഫെക്ഷൻ. എന്താണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ? നമ്മൾ ബ്ലഡ് ബാങ്കിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ക്രോസ് ഇൻഫെക്ഷൻ. സ്പ്രെഡ് ആകുന്നത് അല്ലെ. ബാക്ടീരിയ, വൈറസ് പോലുള്ളവ
ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആകുന്നതാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതൊക്കെ എന്താണ്, അതിന്റെ എന്താണ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെയുള്ള വൈറസ് ബാക്ടീരിയ പകരുന്നതിനെയാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് എന്താണ് അവർക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങള്, നടപടികള്, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുകയും അത് പ്രദർശിപ്പിക്കുകയും, ഇമ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ക്രോസ് ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ടു മെയിൻറ്റെയിൻ ആൻ ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്വിപ്മെന്റ്സ്. എന്താ പറയാ, ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെന്ററി എന്താ? വിവര പട്ടിക അല്ലെ. ഓക്കെ, സ്റ്റോക്കിന്റെ വിവര പട്ടികകൾ. അപ്പോ എന്തൊക്കെയാണ് എക്വിപ്മെന്റ്സിന്റെയും സപ്ലൈസിന്റെയും വിവര പട്ടികകൾ മെയിൻറ്റെയിൻ ചെയ്യാം. To arrange a safe environment for the patient and staff. അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനും അതുപോലെ തന്നെ പേഷ്യന്റിനും എന്താണ് സേഫ്റ്റി എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ് ആൻഡ് ഫങ്ഷൻസിൽ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ, ഇൻട്രൊഡക്ഷൻ തൊട്ട് ഒബ്ജക്റ്റീവ് ആൻഡ് ഫങ്ഷൻ വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എഫിക്കസി എന്ന് പറഞ്ഞാല് കാര്യക്ഷമത. പഠിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആയോ ഇത്രയും പേര്? ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഡിസൈനിങ് ഓഫ് എ CSD. നമ്മൾ ഏത് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാലും അതിന്റെ ഡിസൈൻ നമ്മൾ പഠിക്കാറുണ്ടല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് CSDയുമായിട്ട് ബന്ധപ്പെട്ട ഡിസൈൻ, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് CSSD differs according to hospital management. ഹോസ്പിറ്റൽ മാനേജ്മെന്റിനനുസരിച്ച് CSSDയുടെ ലൊക്കേഷൻ ആയാലും സൈസ് ആയാലും ഡിഫറെന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ആസ് നിയർ ദ പോസിബിൾ ടു OT. OT എന്താ? OTയുടെ ഫുൾ ഫോം എന്താണ്? OTയുടെ ഫുൾ ഫോം ഓർമ്മയില്ലേ? ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ. A&E ഡിപ്പാർട്ട്മെന്റ് എന്താണ്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിന്റെയും എമർജൻസി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെയും വാർഡിന്റെയും ഒരു തൊട്ട് അടുത്തായിരിക്കണം, നിയർ അല്ലെ, തൊട്ടടുത്തായിരിക്കണം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. CSSD ലേഔട്ട്. ലേഔട്ട് എന്ന് പറഞ്ഞാല് രൂപരേഖ. ലേഔട്ട് should be designed in unidirectional flow. അണ്ടർലൈൻ ചെയ്യാം. അതിന്റെ ലേഔട്ട്, രൂപരേഖ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? യൂണിഡയറക്ഷണൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഡയറക്ഷനിലാണ് അതിന്റെ ഫ്ലോ പോകുന്നത്. ആ പിക്ചർ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും കേട്ടോ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. യൂണിഡയറക്ഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഫ്ലോയിലാണ് അതിന്റെ ഡയറക്ഷൻ പോകുന്നത്, അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
In multi-stored building, CSSD may be formed in the lower floor right under the OT perpendicular movement. Perpendicular എന്ന് പറഞ്ഞാൽ എന്താ? Perpendicular എന്താണ്? കുത്തനെ അല്ലെങ്കിൽ ലംബമായ അല്ലെ? Perpendicular movement will be the swift possible movement of materials. എന്താ പറയുന്നത്? മൾട്ടി സ്റ്റോർഡ് അല്ലെ? നിലകളുള്ള അല്ലെ? 1, 2, 3 നിലകളുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ അവിടെ CSD ലൊക്കേഷൻ എങ്ങനെയാണെന്നാ പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിന്റെ തൊട്ട് അടിയിലായിരിക്കണം CSD വരേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററുകളിൽ കൂടുതലായിട്ടും എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണ്? പെട്ടെന്ന് തന്നെ ആ മെറ്റീരിയൽസ് കൊണ്ടുപോയിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു കാര്യം അവിടെ പറയുന്നത്. അപ്പൊ CSSD ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള മൾട്ടി സ്റ്റോർഡ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിൽ CSD എങ്ങനെയായിരിക്കണം എന്നാ പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിന്റെ തൊട്ട് അടിയിലായിട്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. നമുക്ക് ആ മെറ്റീരിയൽസ് പെട്ടെന്ന് തന്നെ നമുക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? യൂണി ഡയറക്ഷണൽ ഫ്ലോ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ, A&E ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്, എന്താണ് ഇതിന്റെയൊക്കെ തൊട്ടടുത്തായിരിക്കണം CSD ലൊക്കേഷൻ പറയേണ്ടത് എന്നുള്ളതും കൂടിയും ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ? നോക്കി, ജനറൽ CSD ഡിസൈൻ കൺസെപ്റ്റ് നോക്കാം. അതിന്റെ ഒരു പിക്ചർ വലുതാക്കണോ? കാണാൻ പറ്റുന്നുണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ആയിട്ട്? ഓക്കെ, അവിടെ എന്താണ് ഒരു പ്രത്യേകത? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോക്കി, എന്താണ് പിക്ചറിന്റെ പ്രത്യേകത? എന്തെങ്കിലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് നോക്കി നോക്കിയേ, എന്തെങ്കിലും പ്രത്യേകതകൾ കാണുന്നുണ്ടോ? എന്തെങ്കിലും അറിയില്ല? ഓക്കെ, വേറെ ആർക്കെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഓക്കെ, കറക്റ്റ് ആണ് പറഞ്ഞത്. എന്താണ്, 3 തരത്തിലുള്ള സോണുകളൊക്കെ ഉണ്ട്, അത് മനസ്സിലായി. വേറെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കളേഴ്സ് ഉണ്ട്. പിന്നെ എന്തൊക്കെ കാണുന്ന? കളേഴ്സ് കാണുന്നുണ്ട്, ഡിഫറെന്റ് കളേഴ്സ് ആണ്. പിന്നെ ഡയറക്ഷൻ ആണോ? നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? രൂപരേഖ അല്ലെ? CSSDയുടെ ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഫ്ലോ അല്ലെ? അല്ലെങ്കിൽ യൂണി ഡയറക്ഷണൽ ഫ്ലോയിലാണ് അതിന്റെ രൂപരേഖ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഏരോ മാർക്ക് എങ്ങനെയാ പോകുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണോ പോകുന്നത്? എങ്ങനെയാ പോകുന്നത്? അതാണ് മിസ് ചോദിച്ചത്. എങ്ങനെയാണ്? ഒരു ഒറ്റ ആ സിംഗിൾ ഫ്ലോയിലാണ് അല്ലെ പോകുന്നത്, ഒറ്റ ലൈനിലാണ് അങ്ങോട്ട് പോകുന്നത് അല്ലെ? ഒരേ സൈഡാണ് അത് പോകുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഫസ്റ്റ് നോക്കാം, സോയിൽഡ് സോൺ ഉണ്ട്. അതിന്റെ അടുത്ത് തന്നെ എന്തുണ്ട്? ബരിയർ ഉണ്ട്. ഓക്കെ, ബരിയർ എന്ന് പറഞ്ഞാൽ എന്താ? ബരിയർ എന്താ മീനിങ് വരുന്നത്? ബരിയർ എന്തായിരിക്കും? വരാന്ത ആണോ ബരിയർ എന്ന് പറഞ്ഞാല്? എന്താണ്? ഒരു തടസ്സം എന്ന് പറയാൻ പറ്റുമല്ലോ നമുക്ക്. അത് തന്നെ. എന്താണ്? ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ? ഒരു തടസ്സം വെച്ചിട്ടുണ്ട്. നോക്കാം, 3 സോണുകളാണ് കൊടുത്തിരിക്കുന്നത്. സോയിൽഡ് സോൺ ഉണ്ട്, ക്ലീൻ സോൺ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റെറൈൽ സോൺ ഉണ്ട് അല്ലെ? ഇനി സോയിൽഡ് സോണിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവരുന്ന ഐറ്റംസ് അവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. എവിടെ? സോയിൽഡ് സോണിൽ. അപ്പൊ എന്ത് ഐറ്റംസ് ആയിരിക്കും ഉണ്ടാകുന്നത്? മലിനമായതാണോ അല്ലെങ്കിൽ മലിനമാകാത്തതാണോ? ഏത് ഐറ്റംസ് ആയിരിക്കും? ഏത് ഐറ്റംസ് ആയിരിക്കും സോയിൽഡ് സോണിലുള്ളത്? ആയത് അല്ലെ? ക്ലീൻഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള ഐറ്റംസ് ആണ് അവിടെ കൊണ്ടുവന്ന് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്.
ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലീൻ സോണിലോട്ട് ഐറ്റംസ് നമ്മള് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട് അല്ലെ. അവിടെ ക്ലീൻ ആക്കിക്കോ, ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ രക്തക്കറകൾ ഉണ്ടാവാം, പല പല കാര്യങ്ങള് ആ എക്യുപ്മെന്റ്സിൽ ഉണ്ടാവും അല്ലെ. അത് അവിടെ ചെന്നിട്ട് ക്ലീൻ സോണിൽ ചെയ്തുകൊണ്ട് ക്ലീൻ സോണിൽ വെച്ച് ക്ലീൻ ആക്കുക. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റീറൈൽ സോണിൽ കൊണ്ടുപോയി അണുവിമുക്തമാക്കിയിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അവിടെ കണ്ടു ബരിയേഴ്സ് വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാവാം, സോയിൽഡ് സോണും അതിന്റെ നടുക്ക് എന്താണ് ബരിയർ ഉണ്ട്, അതിന്റെ അപ്പുറത്ത് ക്ലീൻ സോണും ഉണ്ട്. അപ്പൊ രണ്ട് സോണുകളുടെ നടുക്കും ബരിയർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലീൻ സോണിന്റെയും സ്റ്റീറൈൽ സോണിന്റെയും നടുക്ക് എന്തുണ്ട്, ബരിയർ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാവാം, ഗസ് ചെയ്യാൻ പറ്റുമോ, എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തടസ്സം വെച്ചിരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മിക്സ് ആവാതിരിക്കാൻ അല്ലെ, മലിനമായ എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ക്ലീൻ ആക്കിയിട്ടുള്ള ക്ലീൻ സോണിൽ എന്തുണ്ടാവും, ക്ലീൻ ആക്കിയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാകും. അതുകൊണ്ട് രണ്ടുപേരും തമ്മിൽ മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തടസ്സം വെച്ചിരിക്കുന്നത്. അങ്ങനെ തടസ്സം വെച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഇൻഫെക്ഷൻ, ക്രോസ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻ ആവാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. അതുകൊണ്ടാണ് അങ്ങനെ തടസ്സം വെച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ ആണോ? ഡിസൈൻ ഓഫ് ദ CSSD. ഓക്കെ, ആ സോണുകളൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കാം കേട്ടോ. ഫസ്റ്റ് സോൺ ഏതാ, സെക്കൻഡ് സോൺ എന്താ വരുന്നത്, തേർഡ് സോൺ എന്താണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഇതിന്റെ ഫ്ലോ ചാർട്ട് ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതിനകത്ത് കുറച്ച് ഫ്ലോ ചാർട്ട് ഒക്കെ ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനും പറ്റുന്ന ഒരു നല്ലൊരു ചാപ്റ്റർ ആണ് CSSD കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം, പ്ലാനിങ് ഓഫ് CSSD. The materials or items from tainted and germ-free areas should not get mixed. There should be physical fencing between soiled, clean and sterile zone, so that the risk of a cross infection spread is reduced. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, സോയിൽഡ് സോണിലും ക്ലീൻ സോണിലും അതുപോലെ തന്നെ സ്റ്റീറൈൽ സോണിന്റെ നടുക്കൊക്കെ എന്ത് വെച്ചിട്ടുണ്ട്, ബെരിയർ അല്ലെ. ഫിസിക്കൽ ഫെൻസിംഗ് എന്ന് പറഞ്ഞാലും എന്താണ്, തടസ്സം, വേലി കെട്ടുക അല്ലെങ്കിൽ വേലി എന്നൊക്കെയാണ് അതിനർത്ഥം വരുന്നത്. തടസ്സം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ തടസ്സം വെച്ചിരിക്കുന്നത്, ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അല്ലെങ്കിൽ ക്ലീൻ ആക്കിയിട്ടുള്ള എക്യുപ്മെന്റ്സിൽ എന്താണ് അണുക്കള് വരാനായിട്ട് സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫിസിക്കൽ ഫെൻസിങ് വെച്ചിരിക്കുന്നത്, തടസ്സം വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ദ ഫ്ലോർ ഷുഡ് ബി സ്മൂത്ത്. ഫ്ലോറിന്റെ കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫ്ലോർ എന്തായിരിക്കണം, ഷുഡ് ബി സ്മൂത്ത് ആയിരിക്കണം. നോൺ സ്കിഡ് ആൻഡ് പവർഫുൾ. നോൺ സ്കിഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, തെന്നിപ്പോവാത്തതും അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള രീതിയിലുമുള്ള ഒരു ഫ്ലോർ ആയിരിക്കണം CSSDക്ക് ഉണ്ടായിരിക്കേണ്ടത്. ദ ക്ലീൻ ഏരിയ ഷുഡ് ബി സസ്റ്റെയിൻഡ് അറ്റ് പോസിറ്റീവ് പ്രഷർ. അപ്പൊ ക്ലീനിങ് ഏരിയ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ കൊടുക്കുന്ന രീതിയിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ദ ഏരിയ ഓഫ് വർക്ക് ഷുഡ് ബി മെയ്ഡ് ഓഫ്. ഇനി ആ വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് എന്ത്, അത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കേണ്ടത്, മാർബിൾ ഓർ ഗ്രാനൈറ്റ് ഓർ സ്റ്റെയിൻലെസ് സ്റ്റീല്. മാർബിൾ കൊണ്ടോ ഗ്രാനൈറ്റ് കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടോ വേണം ഉണ്ടാക്കാനായിട്ട്. The sterilization must be arranged for autoclaving by steam as well as by gas. അപ്പോ ഈ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്, അണുവിമുക്തമാക്കുന്ന ആ പ്രോസസ് അല്ലെ, സ്റ്റെറിലൈസേഷൻ പ്രോസസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓട്ടോക്ലേവിംഗ്. കേട്ടിട്ടുണ്ടോ ഓട്ടോക്ലേവിംഗ്? ഓട്ടോക്ലേവ് കേട്ടിട്ടുണ്ടോ? ഓട്ടോക്ലേവ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്? എന്ത് സ്റ്റെറിലൈസേഷൻ ആണ് ഓട്ടോക്ലേവ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാം? സ്റ്റീം ആണോ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണോ? സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണോ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണോ ഓട്ടോക്ലേവ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്? അറിയോ? വെരി ഗുഡ്, സ്റ്റീം സ്റ്റെറിലൈസേഷൻ കേട്ടോ. ആവി, സ്റ്റീം എന്ന് പറഞ്ഞാൽ അറിയാലോ, ആവി അല്ലെ. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മള് എക്യുപ്മെന്റ്സുകൾ അണുവിമുക്തമാക്കാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻ ആണ്
ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്യാസും ഉപയോഗിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മൾ വരുന്ന പോർഷനിലൊക്കെ പഠിക്കും കേട്ടോ. അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആവും. ഇത്രയും വരെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മൾ എന്താണ് കുക്കർ പോലത്തെ. ഓക്കെ, അപ്പൊ എന്താണ് ഈ സ്റ്റെറിലൈസേഷൻ, അതിന്റെ പിക്ചേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കും കേട്ടോ. കാണുന്ന അടുത്ത പോർഷനിലൊക്കെ ഉണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞു 2 രീതിയിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യാം. സ്റ്റീം സ്റ്റെറിലൈസേഷൻ, ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് ഓട്ടോക്ലേവിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ടാണ്. ഇത്രയും വരെ ഒന്ന് ഓർത്ത് വെക്കാൻ. ഒന്ന് വായിച്ചു നോക്കിയേ. ഡിസൈൻ അതുപോലെ തന്നെ പ്ലാനിങ് ഓഫ് CSST ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ മിസ്സിന്? എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇല്ല, ഓക്കെ ആണ്. ഓക്കെ ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് ഫ്ലോ ചാർട്ട് നോക്കാം നമുക്ക്. വർക്ക് ഫ്ലോ ഓഫ് CSST നമ്മൾ പറഞ്ഞല്ലേ, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഐറ്റംസുകൾ റിസീവ് ചെയ്ത് അണുവിമുക്തമാക്കിയിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പ്രോസസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, കുറച്ച് എന്ത് നോക്കാനായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? റിസീപ്റ്റ്. റിസീപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഐറ്റംസ് അല്ലെ, മലിനമായിട്ടുള്ള അവിടെ യൂസ് ചെയ്തിട്ടുള്ള, ഓപ്പറേഷൻ തിയേറ്റർ എടുത്തു കഴിഞ്ഞാല് അവിടെ യൂസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? റിസീവ് ചെയ്യുന്നു. അതാണ് റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. റിസീവ് ചെയ്യുക. ഇനി അതിനുശേഷം എന്തിലേക്ക് പോകുന്നുണ്ട്? റിൻസിങ് അല്ലെ. നമ്മള് വാഷിംഗ് മെഷീനിലൊക്കെ വാഷിംഗ് മെഷീനിലൊക്കെ തുണികളൊക്കെ ഇടുമ്പോ റിൻസിങ് കാണാറുണ്ട്. കാണാറുണ്ടോ? എന്താണ് റിൻസിങ് എന്ന് പറഞ്ഞാല്? ഓക്കെ, എന്താണ്? വാഷ് ചെയ്യുക അല്ലെ. ഐറ്റംസുകൾ വാഷ് ചെയ്യുന്നു. ഇനി അതിനുശേഷം എന്താണ്? ക്ലീനിങ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, ക്ലീനിങ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു എന്താണ്? ഓരോ ഐറ്റംസിലും ചിലപ്പോ ചില എന്താണ് ഈ മുക്കുമൂലയിലൊക്കെ ചിലപ്പോ എന്താണ് ബ്ലഡിന്റെ രക്തക്കറകൾ ഉണ്ടാവാം. അതേപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പൊ ചെറുതും വലുതുമായിട്ടുള്ള ബ്രഷുകൾ, പലതരത്തിലുള്ള ബ്രഷുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഡിറ്റർജന്റുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അത് ക്ലീൻ ആക്കുന്നുണ്ട്. ഓക്കെ, ക്ലീൻ ആക്കിയ ശേഷം എന്താണ്? ഡ്രൈയിങ്. ഡ്രൈയിങ് എന്താ ഡ്രൈയിങ്? വാഷിംഗ് മെഷീനിൽ നമ്മൾ കാണാറുണ്ടല്ലേ ഡ്രൈ. ഉണക്കുക അല്ലെ. ഉണക്കുന്നു. ഇനി അതിനുശേഷം എന്താണ്? ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിങ്. എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വന്നിരിക്കുന്ന എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കിയിട്ട് ട്രേയില് അസംബിൾ ചെയ്ത് വെക്കുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സ്റ്റെറിലൈസേഷന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കി ട്രേയില് നമ്മൾ അസംബിൾ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം എന്താണ്? സ്റ്റെറിലൈസേഷൻ അല്ലെ.
എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പഠിച്ചു സ്റ്റീം സ്റ്റെറിലൈസേഷൻ, ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ഇതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ഇനി പഠിക്കും, എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കും. അപ്പോ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു. അതിനുശേഷം എന്താണ്? ലേബലിംഗ് അല്ലെ? ആരോ മാർക്ക് ശ്രദ്ധിക്കാട്ടോ. ലേബലിംഗ് എന്താണ്? എന്നാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്? ഇനി സ്റ്റെറിലൈസേഷൻ ചെയ്ത എക്യുപ്മെന്റ്സ് എത്ര തൊട്ട് എത്ര ദിവസം വരെയും അത് യൂസ് ചെയ്യാൻ പറ്റും? ഓക്കെ, അതെന്ത് ചെയ്യുന്നുണ്ട്? അതിന് പുറത്ത് കവർ ചെയ്ത് ലേബൽ ഒട്ടിച്ച് വെക്കുന്നുണ്ട് നമ്മള്. ഓക്കെ, സ്റ്റെറിലൈസേഷൻ ചെയ്ത ശേഷം നമ്മൾ ലേബൽ ഒട്ടിക്കുന്നുണ്ട്. ലേബൽ എങ്ങനെയാണ് ഒട്ടിക്കുന്നത്? നെയിം സ്ലിപ്പ് ഒക്കെ നമ്മൾ കുട്ടികൾക്ക് എന്താണ് വെക്കാറുണ്ടല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് സ്റ്റെറിലൈസേഷൻ ചെയ്ത ശേഷം എക്യുപ്മെന്റ്സുകൾ നമ്മൾ ലേബൽ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അത് എന്നാണ്, ആ സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റ് എന്നാണ്, അതുപോലെ തന്നെ എത്ര ദിവസം തൊട്ട് എത്ര ദിവസം വരെ നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, അതും നമ്മൾ അതില് ലേബൽ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം എന്താ? സ്റ്റോറേജ്, സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കൊണ്ടുവന്ന എക്യുപ്മെന്റ്സ് ആണെങ്കിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഉള്ള എക്യുപ്മെന്റ്സ്, അതാത് എക്യുപ്മെന്റ്സ് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? റിസീപ്റ്റ്, റിൻസിങ്, ക്ലീനിങ്, ഡ്രൈയിങ്, ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിംഗ്, സ്റ്റെറിലൈസേഷൻ, ലേബലിംഗ്, സ്റ്റോറേജ്, ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ്? സംശയം ഉണ്ടോ? ഒന്ന് നോക്കിക്കോളൂ കേട്ടോ, ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കിക്കോളൂ. ഇനി നമ്മൾ അടുത്ത ഫ്ലോ ചാർട്ട് ഒക്കെ പഠിക്കും. അതുകൊണ്ടാണ് കുറച്ച് ഫ്ലോ ചാർട്ട് ഒക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാവല്ലോ. പോലെ കൊടുത്തിട്ടുണ്ടല്ലേ? ഷേപ്പിലാണ് അതിന്റെ ഡയറക്ഷൻ പോകുന്നത്. വായിച്ചു കഴിഞ്ഞോ? ഫ്ലോ ചാർട്ട് ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് എന്ത്? ഓർഗാനോഗ്രാം. ഓക്കെ, ഹൈറാർക്കികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതുപോലെ തന്നെയാണ് ഓർഗാനോഗ്രാം. നോക്കാം. CSSB ഇൻചാർജ് ഓർ മാനേജർ. ഓക്കെ, ഫസ്റ്റ് പൊസിഷനിൽ CSSBയുടെ പൊസിഷനിൽ വരുന്നത് നോക്കിയേ, CSSB ഇൻചാർജ് ഓർ മാനേജർ. ഇനി അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് CSSB ടെക്നീഷ്യൻസ് ഉണ്ട്, അവർക്ക് കീഴിൽ വരുന്നത് CSSB അസിസ്റ്റന്റ്. നെക്സ്റ്റ് വരുന്നത് ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ. നെക്സ്റ്റ് വരുന്നത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഇത്ര വരെയാണ് അതിന്റെ ഫ്ലോ ചാർട്ട് പോകുന്നത് കേട്ടോ, ഓർഗാനോഗ്രാം പോകുന്നത്. CSSB ഇൻചാർജ് ഉണ്ട്, ടെക്നീഷ്യൻ ഉണ്ട്, അസിസ്റ്റന്റ് ഉണ്ട്, ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ ഉണ്ട്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതും കൂടി നോട്ട് വെച്ച് പഠിക്കാം. സ്റ്റോർ കീപ്പർ ആണ് കേട്ടോ, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലേ? സ്റ്റോർ കീപ്പർ ആണ്. നിങ്ങൾ ടെസ്റ്റിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതൊന്ന് കറക്റ്റ് ആക്കാം കേട്ടോ.
കറക്റ്റ് അല്ല, അത് കറക്റ്റ് ആക്കിക്കോളൂ കേട്ടോ. ക്ലർക്ക്. ഓക്കെ, ഓർഗാനോഗ്രാം ആൻഡ് വർക്ക് ഫ്ലോ ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഫ്ലോ ചാർട്ട് പഠിക്കുന്നത് കേട്ടോ, അതും പഠിക്കണം. ക്ലർക്ക്, സ്റ്റോർ കീപ്പർ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം ഫങ്ഷണൽ ഏരിയാസ് ആൻഡ് CSSD. ഏതൊക്കെ ഫങ്ഷണൽ ഏരിയാസ് ആണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലെ, ഐറ്റംസുകൾ റിസീവ് ചെയ്യുന്ന ഏരിയ ആണ്. ഓക്കെ, ഫസ്റ്റ് റിസീവിംഗ് ഏരിയ ആണുള്ളത്. നെക്സ്റ്റ് വരുന്നത് ക്ലീനിങ് ഏരിയ, നെക്സ്റ്റ് പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസേഷൻ ഏരിയ, സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഓക്കെ, 6 ഏരിയാസ് ആണുള്ളത്. നമ്മൾ ആദ്യം കണ്ടു റിസീവിംഗ് ഏരിയ, ഐറ്റംസുകൾ റിസീവ് ചെയ്തെടുക്കുന്നത്. അപ്പോ ഐറ്റംസുകൾ റിസീവ് ചെയ്യുമ്പോൾ ആ റിസീവിംഗ് ഏരിയയിൽ ഒരു പ്രത്യേക വിൻഡോ ഉണ്ടാവും. ആ വിൻഡോയിൽ കൂടിയാണ് അവർ റിസീവ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും എങ്ങനെയാണ്? റിസീവിംഗ് ഏരിയ കൂടിയല്ല കൊടുക്കുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഏരിയയില് വിൻഡോയിൽ കൂടിയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറയാനുള്ളത്. ബാക്കി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നതാണ്. അപ്പൊ റിസീവിംഗ് ഏരിയ ഉണ്ട്, ക്ലീനിങ് ഏരിയ ഉണ്ട്, പാക്കിംഗ് ഏരിയ ഉണ്ട്, സ്റ്റെറിലൈസേഷൻ ഏരിയ ഉണ്ട്, സ്റ്റോറേജ് ഏരിയ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ഉണ്ട്. 6 ഏരിയകളാണുള്ളത് കേട്ടോ. ഓക്കെ, എത്ര ഫങ്ഷണൽ ഏരിയ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 6. അതുപോലെ തന്നെ രണ്ടാമത്തെ ഏരിയ ഏതാണ്, മൂന്നാമത്തെ ഏരിയ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി ഫസ്റ്റ് വൺ നോക്കാം. റിസീവിംഗ് ഏരിയ. Items used from several departments of the hospital are transferred to CSSD for cleaning and sterilization. അപ്പൊ എന്താണ്? ഐറ്റംസ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഐറ്റംസുകൾ സ്വീകരിക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, അതെന്ത് ചെയ്യുന്നുണ്ട്? ഐറ്റംസുകള് CSSD ഡിപ്പാർട്ട്മെന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഐറ്റംസുകൾ മലിനമായിട്ടുള്ള ഐറ്റംസുകൾ ആയതുകൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഐറ്റംസുകൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. Preferably, the items which get stained with the blood or body fluid should be decontaminated with the sodium hypochlorite solution in the user department itself before sending to the CSSD. അപ്പൊ എന്താണ്? നമ്മളിപ്പോ ഓപ്പറേഷൻ തിയേറ്റർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ഉപയോഗിച്ച എക്യുപ്മെന്റ്സിൽ എന്തൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്? ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ രക്തക്കറകള്, രക്തം ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവാം അല്ലെ? അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വെച്ച് തന്നെ, ഇപ്പൊ സർജറി കഴിഞ്ഞതിന് ശേഷം ആ ഐറ്റംസ് നമ്മൾ അവിടെ വെച്ച് തന്നെ എന്ത് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡീകണ്ടാമിനേഷൻ ചെയ്യുന്നത്, അണുനശീകരണം വരുത്തുന്നത്? സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡീകണ്ടാമിനേറ്റഡ് ആക്കുന്നു. എന്നിട്ടാണ് CSSDയിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അല്ലെ? CSSDയിലേക്ക് സെൻഡ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഡീകണ്ടാമിനേഷൻ വരുത്തി എന്ത് ചെയ്യുന്നുണ്ട്? എന്നിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, the accepting area of CSSD should have entry to outside through the window with the counter. അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഐറ്റംസുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവര് സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? ഒരു വിൻഡോ ഉണ്ടാവും, ആ കൗണ്ടറിൽ കൂടെയാണ് അവര്
ഐറ്റംസുകൾ റിസീവ് ചെയ്യുന്നത്. ഐറ്റംസ് ഷുഡ് ബി കൗണ്ടഡ് ആൻഡ് റിസീവ്ഡ്. ഇനി നമ്മള് ഐറ്റംസുകൾ സ്വീകരിക്കുക മാത്രമല്ല, ആദ്യം എണ്ണി നോക്കൂ അല്ലെ, 1 2 3 എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമ്മൾ അവിടെ എണ്ണി നോക്കുന്നു, കൗണ്ട് ചെയ്യുന്നു. ഇനി എന്താണ്, പിന്നീടാണ് അവർ സ്വീകരിക്കുന്നത്. Subsequently, the instruments are examined and unsharpened instruments are stored out or disposed of. അപ്പൊ എന്താണ്, നമ്മൾ ഐറ്റംസുകൾ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ അത് റിസീവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഈ ഐറ്റത്തില് ചിലപ്പോ എന്താണ്, ഒരു കത്രിക ഉണ്ടാവാം, അല്ലെങ്കിൽ ബ്ലേഡ് ഉണ്ടാവാം, അല്ലെ, എന്താ കത്തി ഉണ്ടാവും. അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ, ഓരോ ബ്ലേഡുകള് കത്രികകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ അതിന്റെ അറ്റമൊക്കെ ഒടിഞ്ഞിരിക്കുന്നുണ്ടാവാം, അല്ലെ, ഒടിഞ്ഞിട്ട് ചിലപ്പോ പൊട്ടിപ്പോയതുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോ അൺഷാർപ്പണഡ്, എന്താ ഈ മൂർച്ചയില്ലാത്തതൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ പിന്നെയും യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ഒടിഞ്ഞിരിക്കുന്നതോ അറ്റം വളഞ്ഞു പോയതൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പോസൽ ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ കൗണ്ട് ചെയ്ത് റിസീവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, necessary entries of accepted items are made in the records. അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഐറ്റംസ് എന്തൊക്കെയാണ് ഐറ്റംസുകൾ റിസീവ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യുന്നു. Afterwards, the items are transferred to cleaning area. ഇനി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഐറ്റംസുകൾ എത്ര എണ്ണമുണ്ട് എന്നുള്ളതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചതിന് ശേഷം ക്ലീനിങ് ഏരിയയിലേക്ക് ഐറ്റംസ് എന്ത് ചെയ്ത് കൊടുക്കുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്, എന്താണ് ഈ റിസീവിങ് ഏരിയയില് മലിനമായിട്ടുള്ള അണുമുക്തമാക്കാത്ത മലിനമായിട്ടുള്ള രക്തക്കറകളുള്ള ബോഡി ഫ്ലൂയിഡ്സ് ഉള്ള ഐറ്റംസ് ആണ് റിസീവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതാത് ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് തന്നെ ആദ്യം അത് സോഡിയം ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ആക്കിയിട്ടാണ് ഈ ഏരിയയിലോട്ട്, അല്ലെ, CSDയിലോട്ട് അവര് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അവരെന്നിട്ട് റിസീവ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക എന്താണ് വിൻഡോയിലൂടെ അവര് റിസീവ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ആ റിസീവ് ചെയ്തതിന് ശേഷം കൗണ്ട് ചെയ്യുന്നു. കൗണ്ട് ചെയ്തിട്ട് അറ്റം വളഞ്ഞതോ പൊട്ടിപ്പോയതോ അല്ലെങ്കിൽ മൂർച്ചയില്ലാത്തതോ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് അവർ ഡിസ്പോസൽ ചെയ്തിട്ട് ബാക്കിയുള്ള ഐറ്റംസ് ആണ് എന്ത് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഐറ്റംസുകൾ ഏതൊക്കെയാണ്, എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് അവരെ കൗണ്ട് ചെയ്ത് റെക്കോർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ക്ലീനിങ് ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് വൺ.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ക്ലീനിങ് ഏരിയ. Here the instruments are cleaned either manually or by using machines. അപ്പോ ഐറ്റംസിന് ക്ലീനിങ് ഏരിയയിലോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. മാനുവലി അല്ലെ, നമുക്ക് ചിലതൊക്കെ കൈകൾ ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെഷീൻ യൂസ് ചെയ്തുകൊണ്ടും ഐറ്റംസ് നമുക്ക് വാഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫോർ മാനുവൽ വാഷിംഗ് with the water supply, detergent, pressure of many sizes and shapes are needed in the area. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനുവലി അല്ലെ, കൈകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാഷ് ചെയ്യുന്നതെങ്കിൽ വാട്ടർ സപ്ലൈ, വാട്ടർ വേണം, അതുപോലെ ഡിറ്റർജന്റുകൾ വേണം, അതുപോലെ തന്നെ എന്താണ് പലതരത്തിലുള്ള ബ്രഷുകൾ, ചെറുതും വലുതുമായിട്ടുള്ള ബ്രഷുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം ഈ പേസ്റ്റുകൾ അല്ലെങ്കിൽ എന്താണ് രക്തക്കറകളൊക്കെ ചിലതിന്റെ ഇടയിലൊക്കെ കയറിയിരിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള വലുതും ചെറുതുമായിട്ടുള്ള ബ്രഷുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ മെഷീൻ ഉപയോഗിച്ചിട്ടാണെങ്കിലോ, അതാണ് അടുത്തത് പറയുന്നത്. അൾട്രാസോണിക് വാഷർ ഈസ് എ മെഷീൻ which is used for cleaning surgical tools. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അൾട്രാസോണിക് വാഷർ എന്ന് പറയുന്ന മെഷീൻ യൂസ് ചെയ്തുകൊണ്ടാണ് എന്താണ് ഈ ഐറ്റംസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, വാഷ് ചെയ്യുന്നത്. അപ്പൊ മെഷീൻ ഉപയോഗിച്ച് ഈ സർജിക്കൽ ടൂൾസുകൾ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്, അൾട്രാസോണിക് വാഷർ എന്ന് പറയുന്ന മെഷീൻ ട്ടോ. ഓക്കെ, ഇറ്റ് ടേൺസ് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് into mechanical vibration that makes small bubbles that rest on the internal surfaces of the tools and remove the waste particles. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഈ ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സുകൾ പുറപ്പെടുവിച്ചിട്ട് മെഷീൻ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഫ്രീക്വൻസി സൗണ്ട് വേവുകൾ പുറപ്പെടുവിക്കുമ്പോൾ മെഷീൻ എന്ത് ചെയ്യുന്നുണ്ട്, വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. ആ വൈബ്രേഷനില് സ്മോൾ ബബിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. ആ സ്മോൾ ബബിൾസ് നമ്മുടെ ഈ എക്യുപ്മെന്റ്സിൽ പോയിട്ട് ആ തട്ടി ചിലപ്പോ മുക്കും മൂലയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു രക്തക്കറകളോ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മുക്കും മൂലയിലും പോയി ബബിൾസ് ഇങ്ങനെ തട്ടുമ്പോൾ എന്താണ്, വേസ്റ്റുകൾ പുറത്തേക്ക് പുറന്തള്ളാനായിട്ട് അല്ലെ, വേസ്റ്റുകൾ പോകാനായിട്ട് ഇടവരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വേസ്റ്റ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ്ഡ്, ടൂൾസ് വാഷ് ചെയ്തതിനു ശേഷം they are dried into oven ഡ്രയറിലിട്ട് ഉണക്കുന്നു. അതിനുശേഷം എന്താണ്, ട്രാൻസ്ഫർ ടു പാക്കിംഗ് ഏരിയ, പാക്കിംഗ് ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇത്രയും കാര്യങ്ങളാണ് ക്ലീനിങ് ഏരിയയിലുള്ളത്. മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാനുവലി വാഷ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഒന്ന് വായിച്ചു നോക്കിയേ. ഇത്രയും വരെ ന്യൂസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരണം. വായിച്ചു നോക്കാം കേട്ടോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.